നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ CPMൽ പടയൊരുക്കം. ഭാര്യയെ മത്സരിപ്പിച്ചും പിണറായിക്ക് മുന്നിൽ അടിമകിടന്നും ഗോവിന്ദൻ മാഷ് CPMനെ തകർത്തതായി പ്രവർത്തകർ വിശ്വസിക്കുന്നു. പാർട്ടിയുടെ ജന്മദേശമായ കണ്ണൂരിൽ ഗോവിന്ദനും പിണറായിക്കുമെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സാമൂഹിക മാധ്യമങ്ങളിൽ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനമാണുള്ളത്. ചരിത്രത്തിലില്ലാത്ത സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിണറായിയെയും ഗോവിന്ദനെയും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു പാർട്ടി ജനവിഭാഗമാണ് ഇക്കാലം അത്രയും കണ്ണൂരിലുണ്ടായിരുന്നത്. അതിൽ മാറ്റമുണ്ടായിരിക്കുന്നു. തൻ്റെ സെക്രട്ടറി സ്ഥാനത്തിന് എപ്പോൾ വേണമെങ്കിലും ഇളക്കം തട്ടാമെന്ന് കരുതി AKG സെന്ററിലെ മുറിയിൽ എന്തും നേരിടാൻ തയ്യാറെടുക്കുകയാണ് MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കുറിപ്പ് പങ്കുവച്ചുള്ള MV ഗോവിന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് CPM അനുകൂല അക്കൗണ്ടുകളിൽ നിന്ന് രൂക്ഷമായ കമന്റുകൾ ഉയർന്നത്. 2021 67 സീറ്റുകളിൽ വിജയിച്ച CPM ഇത്തവണ 26 സീറ്റുകളിലേക്കാണ് കൂപ്പുകുത്തിയത്. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണെന്ന പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് പോരായ്മകൾ തിരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവന. ഈ പ്രസ്താവന പങ്കുവച്ചുള്ള MV ഗോവിന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ കമന്റുകൾ ഉയർന്നത്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നാണ് ഭൂരിപക്ഷം കമന്റുകളിലെയും അഭിപ്രായം. പകരം M സ്വരാജിനെയും P ജയരാജിനെയോ പാർട്ടി സെക്രട്ടറി ആക്കണമെന്നും CPM അനുകൂലികളെന്ന് കരുതുന്നവർ കമന്റുകളിൽ പറയുന്നു. MV ഗോവിന്ദൻ സെക്രട്ടറിയായി വൻ പരാജയമാണെന്നും സാമൂഹിക മാധ്യമങ്ങളിലെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എതിർപ്പുകൾ മറികടന്ന് തളിപ്പറമ്പിൽ ഭാര്യ PK ശ്യാമളയ്ക്ക് സീറ്റ് ഉറപ്പിച്ചതടക്കം MV ഗോവിന്ദൻ പാർട്ടിയുടെ തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഞാനും ഭാര്യയുമല്ല വരേണ്ടത്, ജനം അംഗീകരിക്കുന്നവരാണ് വരേണ്ടത്. അതല്ലേ പാർട്ടിക്ക് കണ്ണൂരിൽ തിരിച്ചടി ഉണ്ടായത്. നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ പാർട്ടിയെ ഇല്ലാതാക്കല്ലേ എന്ന അഭ്യർത്ഥന മാത്രമെന്നായിരുന്നു പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ്. MV ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയില്ലെങ്കിൽ ബംഗാളിലെ പാർട്ടിയുടെ അവസ്ഥയാകും വരാനിരിക്കുന്നതെന്ന് മറ്റൊരാളും അഭിപ്രായപ്പെട്ടു. മുന്നിൽ വരുന്നവരെ കണ്ടാൽ ഒന്നും മിണ്ടാനെങ്കിലും പറ്റണം സഖാവേ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്. അല്ലെങ്കിൽ ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാനെങ്കിലും ശ്രമിക്കണമെന്നും കമന്റിൽ പറയുന്നു. പിണറായിയുടെ മുന്നിൽ അടിമ കിടന്ന് MV ഗോവിന്ദൻ സകല വൃത്തികേടുകൾക്കും കൂട്ടുനിന്നു. പിണറായിയുടെ കുടുംബത്തിന്റെ അഴിമതികൾ കണ്ടില്ലെന്ന് നടിച്ചു. ചരിത്രത്തിൽ ഇത്രത്തോളം പരാജയപ്പെട്ട ഒരു CPM സെക്രട്ടറി ഇല്ല. ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിച്ച് പാർട്ടിയെ അണികളിൽ നിന്ന് അകറ്റി ആദർശധീരനെന്ന് സ്വയം അവകാശപ്പെട്ട ശേഷം ഭാര്യയ്ക്ക് പുറംവാതിലൂടെ സീറ്റ് വാങ്ങിക്കൊടുത്തു. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പിണറായിയെ പിന്തുണയ്ക്കുന്നത്. ഇതൊക്കെയാണ് പാർട്ടി സെക്രട്ടറിക്കെതിരായ കമന്റുകൾ. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും തിരുത്തിയത് CPMന്റെ ചരിത്രമാണ്. രൂപീകരണം മുതൽ CPMനൊപ്പം നിന്ന പയ്യന്നൂരിലും 1970 ശേഷം CPMനെ കൈവിട്ടിട്ടില്ലാത്ത തളിപ്പറമ്പിലും UDF പിന്തുണയോടെ CPM വിമതർ വിജയക്കൊടി നാട്ടി. കഴിഞ്ഞ തവണ ജില്ലയിലെ 11ൽ 9 സീറ്റുകളും നേടിയ LDFന് ഇത്തവണ 6 സീറ്റിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ജനകീയ പ്രതിഷേധത്തിൽ തല ഉയർത്തി നിൽക്കാനായില്ല. പരാജയത്തിന് തുല്യമായ ജയത്തിൽ സ്വന്തം നാട്ടുകാർ അദ്ദേഹത്തെ തളച്ചു. പയ്യന്നൂരിൽ ധനരാജ് രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ 3 ഫണ്ടുകളിൽ നിന്നായി 1 കോടിയോളം രൂപ നേതാക്കൾ തട്ടിയെടുത്തെന്നും ഉത്തരവാദികളെ നേതൃത്വം സംരക്ഷിച്ചുവെന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണന്റെ വാദത്തിനൊപ്പം CPM അണികൾ നിന്നു. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയ കുഞ്ഞികൃഷ്ണനെ പുസ്തകത്തിന്റെ പേര് പ്രാവർത്തികമാക്കി ജനം മറുപടി നൽകി. ആളും ബഹളവുമില്ലാത്ത പ്രചാരണമായിരുന്നു കുഞ്ഞികൃഷ്ണന്റേത്. അതിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ CPMന് കഴിഞ്ഞില്ല. TK മധുസൂദനന് വോട്ട് ചോദിക്കാൻ ഒപ്പം നടന്നവരിൽ പലരും മനസ്സിൽ കൊണ്ട് കുഞ്ഞികൃഷ്ണനൊപ്പമായിരുന്നുവെന്നും പാർട്ടി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകണം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞ തളിപ്പറമ്പിലേക്ക് ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിലെ പ്രതിഷേധമാണ് TK ഗോവിന്ദനെ വിജയത്തിലെത്തിച്ചത്. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം CPMനകത്ത് വലിയ വിവാദങ്ങൾ ഉയർത്തിയെങ്കിലും നേതൃത്വം ഗൗനിച്ചില്ല. CPM നേതൃത്വത്തോടുള്ള അണികളുടെ പ്രതിഷേധം TK ഗോവിന്ദന് അനുകൂലമായി. 2021 22,689 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് MV ഗോവിന്ദൻ ജയിച്ച തളിപ്പറമ്പ് മണ്ഡലം ഇത്തവണ 12,551 വോട്ടിന് TK ഗോവിന്ദൻ പിടിച്ചെടുത്തു.
മറ്റു മണ്ഡലങ്ങളിലും ഇതിന്റെ പ്രതിഫലനമുണ്ടായി. LDF ജയിച്ച കല്യാശ്ശേരി, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നിവിടങ്ങളിലും വോട്ടും ഭൂരിപക്ഷവും കാര്യമായി ഇടിഞ്ഞു. കോളയാട് പഞ്ചായത്തിലെ ഊരായിക്കൊല്ലിയിലാണ് പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ചിത്രത്തിൽ തെറ്റ് എന്ന് അടയാളപ്പെടുത്തുകയും പാർട്ടിയാണ് വലുത്, നേതാക്കളല്ല എന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട്. M സ്വരാജിന്റെയും P ജയരാജന്റെയും ചിത്രം വെച്ച് ഇനി നയിക്കാൻ ഇവരുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഞങ്ങളുമുണ്ട് എന്നും എഴുതിയിട്ടുണ്ട്. ചെങ്കോട്ടുമുക്ക് ഈരായിക്കൊല്ലി എന്ന പേരിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. പാർട്ടിയിൽ പിണറായിക്കെതിരെയും ഗോവിന്ദനെതിരെയും പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന സൂചനയായാണ് കോളയാട് പഞ്ചായത്തിലെ ഇരായിക്കൊല്ലിയിൽ ഇന്നലെ രാത്രി ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. മലയോരത്തെ CPM കോട്ടയെന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഈരായിക്കൊല്ലി. തിരുത്തൽ നടപടികൾ ആവശ്യമാണെന്ന് അറിയിച്ച് P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്ററി വ്യവസ്ഥയിൽ ഏർപ്പെടുമ്പോൾ പലതരം ജീർണതകളും കടന്നു വരുമെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അത്തരം ജീർണതകൾ ചർച്ച ചെയ്ത് തിരുത്താതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ചുള്ള വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കും. മൂർത്തമായ അത്തരം പ്രശ്നങ്ങൾ പരിശോധിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നും ജയരാജൻ പറഞ്ഞു. P ജയരാജൻ കുത്തിയതും പിണറായിയെയും MV ഗോവിന്ദനെയുമായിരുന്നു. കോടിയേരി പിണറായിയുടെ വാക്കുകൾ അനുസരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ അന്ധനായ ആരാധകനാകുമായിരുന്നില്ല. പിണറായിയെ സ്നേഹപൂർവ്വം തിരുത്താനുള്ള അധികാരം കോടിയേരിക്കുണ്ടായിരുന്നു. കോടിയേരിയെ പിണറായി അനുസരിച്ചിരുന്നു. എന്നാൽ ഇന്ന് പിണറായിക്ക് ഏറാൻ മൂളിയായി നിൽക്കാനാണ് ഗോവിന്ദൻ ശ്രമിക്കുന്നത്. കണ്ണൂരിലെ പാരമ്പര്യമുള്ള നേതാക്കളെ എല്ലാം പാർട്ടി സെക്രട്ടറി പിണക്കി. പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ സാഹചര്യത്തിൽ കുറ്റമെല്ലാം ഗോവിന്ദൻ മാഷി ഏൽക്കേണ്ടി വരും. പതിവ് പോലെ പിണറായി വിദഗ്ധമായി രക്ഷപ്പെട്ടു. CPM അഖിലേന്ത്യാ നേതൃത്വവും ജനറൽ സെക്രട്ടറി MA ബേബിയും MV ഗോവിന്ദനെ നോട്ടമിട്ടിരിക്കുകയാണ്. നിയമസഭയിൽ പാർട്ടി തോറ്റ സാഹചര്യത്തിൽ മാഷിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അസ്തമന സൂര്യൻ വന്നു ചേരും. CPM അതിന്റെ സമീപകാലത്തെ ഏറ്റവും വലിയ സംഘടനാ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പാർട്ടിയുടെ ശക്തി ദുർഗകളായ കണ്ണൂരിലും ആലപ്പുഴയിലും CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ മുതിർന്ന നേതാക്കൾ തന്നെ അഴിമതി ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചു. CPM നേതാക്കൾ ചെങ്കൊടി മാറ്റി ത്രിവർണ പതാക പിടിക്കേണ്ട സ്ഥിതിയിലാണ് കാര്യങ്ങൾ. നിസ്സാരമായി പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ ഇടപെടാതെ CPM സംസ്ഥാന നേതൃത്വ ബോധപൂർവമായ വീഴ്ച വരുത്തി. ആലപ്പുഴയിൽ മുതിർന്ന നേതാവായ G സുധാകരൻ CPM വിട്ട് UDF പിന്തുണയോടെ സ്ഥാനാർത്ഥിയായത് പാർട്ടിക്ക് വലിയ പ്രഹരമേൽപ്പിച്ചതായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി വിശ്വസിക്കുന്നു. ഒരു സുധാകരൻ പോയാൽ 100 സുധാകരന്മാർ വരും എന്ന H സലാം MLA പ്രസംഗത്തെക്കുറിച്ചും MA ബേബിക്ക് അനുകൂല അഭിപ്രായമല്ല ഉള്ളത്. സുധാകരന്റെ പിണക്കം തീർക്കാൻ മുഖ്യമന്ത്രിയോ MV ഗോവിന്ദനോ ഇടപെട്ടില്ല. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി സുധാകരനെ കാണാനോ സംസാരിക്കാനോ തയ്യാറാകാഞ്ഞത്. MV ഗോവിന്ദൻ G സുധാകരനെ വീട്ടിൽ പോയി കണ്ടിരുന്നുവെങ്കിൽ അദ്ദേഹം പാർട്ടി വിടുമായിരുന്നില്ല എന്ന് ബേബി വിശ്വസിക്കുന്നു. വീട്ടിലെത്തിയ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഇക്കാര്യം MV ഗോവിന്ദനെ അറിയിച്ചതാണ്. എന്നാൽ അദ്ദേഹം സുധാകരനെ കാണാൻ കൂട്ടാക്കിയില്ല. G സുധാകരനെ പാർട്ടിയിൽ നിന്നും ഇറക്കിവിട്ടത് MV ഗോവിന്ദനാണെന്ന് ബേബി കരുതുന്നു. ആലപ്പുഴ ജില്ലയിൽ എന്നല്ല കേരളം മുഴുവൻ സുധാകരൻ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞു വീശുമെന്ന് ബേബി വിശ്വസിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ CPM കടപുഴകുമെന്നും അഖിലേന്ത്യാ സെക്രട്ടറി വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സുധാകരൻ CPM വിട്ടതുപോലെ നിരവധി പ്രവർത്തകർ പാർട്ടി വിടുമെന്നും കരുതുന്നു. ജില്ലയിലെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്നും അവർ വിശ്വസിക്കുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിന് സ്വീകാര്യത കുറവായിട്ടും തന്റെ ഭാര്യയെ മത്സരിപ്പിക്കാൻ ഗോവിന്ദൻ ശ്രമിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ പ്രകോപിപ്പിച്ച് പുറത്താക്കി. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ MV ഗോവിന്ദൻ ശ്രമിച്ചതായും TK ഗോവിന്ദൻ ആരോപണം ഉന്നയിച്ചു. CPM ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ ആരോപണമാണ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കപ്പെട്ടത്. കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്ക് ആകെ നാണക്കേടുണ്ടാക്കിയതാണ് TK ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിലെ ആക്ഷേപങ്ങൾ. ഗുരുതര ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ പോലും നേതാക്കൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് കണ്ടത്. കണ്ണൂരിലെ CPMൽ ഇങ്ങനെയൊരു അവസ്ഥ അല്ലെങ്കിൽ പ്രതിസന്ധി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല.
പിണറായി വിജയൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ നേതാക്കൾ എതിർത്തിരുന്നു. എന്നിട്ടും പിണറായി വിജയനോ പാർട്ടി സെക്രട്ടറിയോ തിരുത്തിയില്ല. പാലക്കാട് മുൻ MLA PK ശശി, ഇടുക്കി മുൻ MLA S രാജേന്ദ്രൻ, പയ്യന്നൂരിലെ V കുഞ്ഞനന്ദൻ, കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി, VSന്റെ PA A സുരേഷ് എന്നിങ്ങനെയുള്ള പ്രമുഖരാണ് അടുത്ത കാലത്ത് CPM ഉപേക്ഷിച്ചത്. പാർട്ടി നേതാക്കളുടെ സ്വജനപക്ഷപാതവും അഴിമതിയും ചൂണ്ടിക്കാട്ടിയിട്ടും ഇവർക്കൊന്നും പാർട്ടി മറുപടി നൽകിയില്ല. ഇതാണ് MV ഗോവിന്ദനെ പ്രതിക്കൂട്ടിലാക്കുന്നത്. കേരളത്തിലെ സംഘടനാ പ്രതിസന്ധി ഗൗരവമുള്ളതാണെന്ന വിലയിരുത്തലിലാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി. G സുധാകരൻ പാർട്ടി വിട്ടതിൽ ബേബി അടുത്ത നിരാശയിലും ആശങ്കയിലുമാണ്. എങ്ങനെയാണ് CPM ഇന്നത്തെ അവസ്ഥയിലെത്തിയത്? കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച മൂവർ സംഘമാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും EP ജയരാജനും. ലോകത്തെ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരം സംഘങ്ങളുണ്ടായിരുന്നു. ഉദാഹരണമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്നത് 4 വർ സംഘമായിരുന്നു. പാർട്ടിയിൽ ആരാലും ചോദ്യം ചെയ്യാത്ത സർവ്വസൈന്യാധിപന്മാരായിരുന്നു ഇവർ. പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാക്കൾ. പാർട്ടിയിൽ വിഭാഗീയ പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം ഒന്നിച്ചു നിന്ന് എതിർത്ത പോരാളികൾ. അതിൽ പിണറായിക്ക് ഇടവും വലവും നിന്ന് പട നയിച്ചവരിൽ പ്രധാനിയാണ് EP ജയരാജൻ. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP പുറത്തേക്കുള്ള വഴി തുറന്നതും CPMന്റെ കണ്ണൂർ കോട്ടയിൽ ഉണ്ടാക്കിയ വിള്ളൽ ചെറുതല്ല. പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് മൂവർ സംഘം വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ആകെ ഇവർ ജീവിതം കൊണ്ട് തിരസ്കരിച്ചുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചാണ് ചോദ്യങ്ങൾക്ക് മറുപടികൾ നൽകിയത്. പിണറായിയും കോടിയേരിയും ജയരാജനും സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചു. പാർട്ടിക്കെതിരെ ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും സംഘബലം കൊണ്ട് പ്രതിരോധിച്ചു. CMPക്കും MV രാഘവനും എതിരായ യുദ്ധത്തിൽ അടർക്കളത്തിൽ ഇറങ്ങി പോരാടിയാണ് ഇവർ കണ്ണൂരിൽ നിലയുറപ്പിച്ചത്. അതിൽ മൂവരും ഒറ്റക്കെട്ടായിരുന്നു. രാഘവനെ പുറത്താക്കിയും CMPയെ തൂത്തെറിഞ്ഞും പാർട്ടിയിൽ ശുദ്ധീകലശം നടത്തി. CIT വിഭാഗവും VSും തമ്മിലുണ്ടായ വടംവലിയിൽ VSനൊപ്പം നിന്നു. വലതുപക്ഷ പ്രതികാരത്തിനെതിരെ VS വിമർശനം ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ തന്ത്രങ്ങളെയും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കണ്ണൂർ പടയ്ക്ക് കഴിഞ്ഞു. EP കേരളം മുഴുവൻ സഞ്ചരിച്ചാണ് VSനോടൊപ്പം നിന്ന നേതാക്കളെ മറുകണ്ഠം ചാടിച്ചത്. അങ്ങനെ പിണറായി വിജയന് പാർട്ടി പിടിച്ചുകൊടുത്ത നേതാവാണ് EP. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തകർന്ന് തരിപ്പണമായിട്ടും EPയോ P ജയരാജനോ ഒരക്ഷരം മിണ്ടുന്നില്ല. എല്ലാം ഗോവിന്ദൻ അനുഭവിക്കട്ടെ എന്നാണ് ഇവരുടെ നിലപാട്. ഗോവിന്ദനെ പരമാവധി നാറ്റിച്ചിറക്കി വിടാനാണ് കണ്ണൂരിലെ CPM നേതാക്കൾ ശ്രമിക്കുന്നത്.